നമസ്തേ. അതായത് നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് ഈ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ പഠിക്കുന്നവർ, ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ നമ്മളെ കാണുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റോട് കൂടി, അതായത് നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മുടെ നേച്ചർ എങ്ങനെയാണ്, നീ ഓക്കെ ആണോ, പഠിക്കുന്നുണ്ടോ, നിനക്ക് ജോലിയുണ്ടോ, ഇവരെല്ലാം വിലയിരുത്തുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയാണ്. അത് ഒരു വശത്ത്. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഞാൻ മാത്രമാണ്. അവിടെ ആ സർട്ടിഫിക്കറ്റിൽ ഞാൻ ഒപ്പിട്ട് ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കൊരു മോഡലാവാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് ഇഷ്യൂ ചെയ്യാൻ റെഡിയാണോ? റെഡിയാണോ? അല്ലല്ലേ? എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും കാണും അല്ലേ? എനിക്കുണ്ടല്ലോ, ഞാനും വീക്കാണ്. നമ്മളെല്ലാം വീക്കാണ്. കാരണം എന്താ? നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ബലഹീനരാണ്. നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചാലും നമ്മളെല്ലാം വീണുപോകും, വീണ്ടും എഴുന്നേക്കും, വീണ്ടും വീണുപോകും. ഇത് തന്നെ റിപ്പീറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം നിർത്തിയിട്ട് നമ്മൾ നശിക്കാൻ തീരുമാനിക്കും. അത് ചെയ്യരുത് ഗൈസ്. അതായത് നമ്മളെ തേടി വേറൊരു വർഷം കൂടെ കടന്നു വന്നിരിക്കുകയാണ്, 2026. അവിടെ ചോദിക്കുന്നത് നീ നന്നാ റെഡിയാണോ എന്നാ. നന്നാ റെഡിയാണോ? ആണെങ്കിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കണം. വീണാൽ എഴുന്നേക്കണം, തെറ്റുപോയാൽ വീണ്ടും ആരംഭിക്കണം. റെഡിയാണോ? റെഡിയാണെങ്കിൽ നമ്മുടെ തുടക്കം ഗംഭീരമാണെങ്കിൽ അവസാനം ഗംഭീരമായിരിക്കും. എൻ്റെ വാക്കല്ല, ഇത് പൊതുവെയുള്ളൊരു സംസാരമാണ്. എന്തായാലും സെറ്റല്ലേ? അപ്പം എല്ലാം പറഞ്ഞ പോലെ നമ്മൾ